ഓഹോ, ഇവിടെ വന്നിരിക്കായിരുന്ന. എന്തുവിടെ വന്നിരിക്കണത്? നഴ്സറി പോണ്ടേ? 10 മണിക്കുള്ളിൽ റെഡി ആവണം കേട്ടാ. ലച്ചു ചേച്ചി കൊണ്ടേ ആക്കും. അതെന്താണ് ചെലപ്പോ പോണത്? മൂടില്ലാത്തോണ്ട്. അതെന്താണാവോ മൂടില്ലാത്തത്? കുഴപ്പമില്ല, ഞാനിന്ന് ഓഫീസിൽ പോയിട്ട് നേരത്തെ വരാൻ നോക്കാം. ഞാൻ വരുമ്പോ നീ നഴ്സറി പോയിട്ടില്ലെങ്കിൽ എന്റെ മൂടങ്ങ് മാറും കേട്ടാ. മോക്കിന്ന് നഴ്സറി പോവാൻ മൂടില്ലാന്ന്. അതെന്ത് മൂടില്ലാത്ത? പെട്ടെന്ന് കുളിച്ച് നല്ല കുട്ടിയായിട്ട് നഴ്സറി പോകാൻ നോക്ക്. നീ ഇവിടെ വന്നിരിക്കാന്നേ, എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് നമുക്ക് നഴ്സറി പോവാം. ലച്ചു, നീ അവളെ വിളിക്കാൻ നിൽക്കണ്ട. അവൾക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യട്ടെ. എല്ലാം അവളെ കൊണ്ട് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബാക്കി എല്ലാ കാര്യവും അവൾക്ക് അറിയാലോ. പിന്നെ ബാക്കി കാര്യങ്ങളും നടത്തി കൊടുക്കണം. ഇങ്ങനെ ഷോ കാണിച്ചല്ല ആവശ്യം നേടിയെടുക്കണ്ടേ. ഞാൻ ഇപ്പൊ നിന്നെ വെറുതെ വിട്ടേക്കാണ്. പാറക്കുട്ടിയാ ഇപ്പൊ സമയത്തൊന്നും ചെയ്യാറില്ല കേട്ടാ. ഇവള് കാരണം ഞാൻ എന്തൊരു കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ. പോട്ടെ, എല്ലാവരും വഴക്ക് പറയണ്ട. കൊച്ചുകുട്ടിയല്ലേ. പാറുവേ, അമ്മ വൈകിട്ട് വരുമ്പോ മേടിച്ചിട്ട് തരാം കേട്ടാ. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചാണ്. വേണ്ടല്ല, കുറച്ച് കൂടി പോണ അഹങ്കാരം. വിളിച്ചോണ്ട് പോച്ച അമ്മയെന്നാ. പാറുവേ, ഞാൻ വൈകിട്ട് വരട്ടേട്ടാ. നല്ല തരണ്ട നിന്റെ നാക്കിനെ. ഞാൻ ഉച്ചയ്ക്ക് വരാം കേട്ടാ. ഉച്ചയ്ക്ക് വരട്ടെ. ഞാൻ എന്താ നല്ല നാക്കിന് അടവ് അടുത്തത് തുടങ്ങി. പിന്നെ അല്ലാണ്ട് സെന്റി ഇതുകൂടെ കഴിഞ്ഞ ഇവിടെ ലാസ്റ്റ് അടവാണിത്. അച്ഛനും അമ്മയും പോവാൻ നോക്കച്ചാ. ലച്ചുവേ, പെട്ടെന്ന് നഴ്സറി കൊണ്ടേ ആക്ക്. അടവും കണ്ടിരിക്കാണ്ട്. വാ പോടാ, നഴ്സറി പോടാ. വേറെ പറഞ്ഞിട്ടില്ലേ കേറി ഇരിക്കാണ്ട് നഴ്സറി പോകാൻ നോക്ക്. പോ. അയ്യോ, കൊച്ചു കുട്ടി വന്നേക്കുന്നു എന്റെ പൊന്നോ. അയ്യോ, ഇത് കൊച്ചുകുട്ടിയല്ലേ, സ്കെച്ച് കുട്ടിയാണിത്. പടലത്തെ അപ്പൂപ്പനെ വിളിച്ചു നോക്ക്. അപ്പൂപ്പനെ വാഴ ഇട്ടോണ്ടിരിക്കും. നിനക്കേ ഒരു വാഴക്കന്ന് കൊണ്ടുവന്ന് തരും. അപ്പൊ കരച്ചിലൊക്കെ മോളുടെ അടവായിരുന്നല്ലേ. നീ ഇന്ന് മിക്കവാറും നേഴ്സിൽ കരഞ്ഞോണ്ടേ പോകത്തുള്ളൂ, ഉറപ്പാണ്. ജനസേവാ കേന്ദ്രത്തിലെ ആൾ രൂപം നടന്നു പറഞ്ഞു കേട്ടാ. എന്താണ് നേഴ്സറിലൊന്നും പോണില്ലേടേ? എവിടെ വെറും ഷോ. ഇവിടെ കിടന്നു ഭയങ്കര ജാടയാണോ? എന്താ മോളൂസേ? എന്താ മാളൂസേന്നാ? ചെവി കിട്ടൂടി. മൂളൂസേന്ന്. കൊച്ചിന് ഇന്ന് തന്നെ സ്കെച്ച് പേന വേണമെന്ന് പറയാൻ പറ്റൂല. ഭാവിയിലെ വലിയ ചിത്രകാരി ആയിരിക്കും ഈ ഇരിക്കുന്നത്. ഭാവിയിലെ വലിയ ചിത്രകാരി ആവണമെങ്കിൽ ഇപ്പൊ സ്കെച്ച് പേന വേണമല്ലോ വരച്ചു പിടിക്കാൻ. ഇന്നിപ്പോ വേറെ സ്കെച്ച് പേന കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോടാ പാവം. നീ പാവമാണെന്ന് നീ പറഞ്ഞിട്ട് വേണ്ട, ഞങ്ങൾക്ക് അറിയാം നീ പാവമൊന്നും അല്ലെന്ന്. പാറുവേ, ഇനിയിപ്പോ നീ നേഴ്സറിൽ കരഞ്ഞോണ്ട് പോകാൻ നിൽക്കണ്ട. എന്നാ ഇരിക്കട്ടെ, സ്കെച്ച് പെൻ വരച്ച് തിമിർക്ക്. അവന്റെ ഇളി നോക്ക്. അവളെ കൊണ്ടേ ആക്കട്ടെ കേട്ടാ.